ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായിട്ട് എബ്രായ ലേഖനം അതിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 25 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, തിരുവചനം ഞങ്ങളോട് അവിടുന്ന് ഇടപെടണമേ. അതിൻ്റെ മർമ്മങ്ങൾ, ആഴങ്ങളൊക്കെ ദൈവം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി നൽകേണ്ടതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയാചന കേട്ടിരിക്കാൻ സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ 3 ഫേസസ് ആണ് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ നടക്കുന്നത്. Regarding salvation, there are 3 phases that happen in every person's lives. ഒന്ന്, നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ അവൻ വഹിച്ചു. The first thing is that he bears punishment for our sin. 2, ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ പാപത്തെ ജയിക്കുവാനുള്ള ദൈവകൃപ. The second thing, as we are in this world to overcome sin, the grace of God that is there. മൂന്നാമതൊരു കാര്യം, കർത്താവിൻ്റെ 2ാമത്തെ വരവിങ്കൽ അവനോടുകൂടെ എടുക്കപ്പെടും ദൈവസഭ. And the third thing is that the church will be taken up when he comes. അപ്പോൾ വരുവാനുള്ള ആ ശിക്ഷയിൽ നിന്നുള്ള വീണ്ടെടുപ്പ്. So first thing, that the deliverance from the coming punishment. ഈ 3 ഫേസസ് നമ്മുടെ ജീവിതത്തിൽ രക്ഷയോടനുബന്ധിച്ച് നടക്കേണ്ട കാര്യങ്ങളാണ്. These 3 phases regarding salvation has to happen in our lives. പലരുടെയും ജീവിതത്തിൽ ആദ്യത്തെ ഫേസ് മിക്കവാറും ഉള്ളവരെല്ലാം വിശ്വസിക്കും. In many people's lives, the first phase, the people believe that. പക്ഷേ 2ാമത്തെ ഫേസ് അതിനെക്കുറിച്ച് അത്ര ക്ലാരിറ്റി നമുക്ക് പോരാ. But regarding the second phase, there is not much clarity for them. അപ്പോൾ ഈ 2ാമത്തെ ഫേസിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. We are all in the second phase now. രക്ഷ ഒരിക്കലായിട്ട് നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട് യേശുക്രിസ്തു മരിച്ചത് മുഖാന്തരം നാം അവനിൽ വിശ്വസിക്കുമ്പോൾ നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ നമ്മളിൽ നിന്ന് മാറിപ്പോയി. When we believe that Jesus died for our sins, that punishment for our sin was taken away. പക്ഷേ അതുകൊണ്ട് നമ്മൾ ഇന്ന് പാപത്തെ ജയിക്കണമെന്നില്ല. But that doesn't mean that you can win over sin. പക്ഷേ ദൈവം അത് വലിയൊരു പ്രോമിസ്, സുവിശേഷത്തിൽ പുതിയ നിയമം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന വലിയൊരു പ്രോമിസാണ് പാപത്തെ ജയിക്കുവാനുള്ള അഭിഷേകം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ്. But the promise of the New Testament is the anointing of the Holy Spirit to overcome sin. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. The Holy Spirit is speaking about the Spirit for the past 3 days. അപ്പോൾ എന്തിനാണ് ദൈവമക്കൾക്ക് ഈ പരിശുദ്ധാത്മാവിനെ ദൈവം നൽകുന്നത്? എന്തിനാണ് ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ തിരിച്ച് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി അവിടെ നിങ്ങൾ ഈ ദൈവത്തിൻ്റെ വാഗ്ദത്തമായ പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ട് കാത്തിരിക്കണം? Why did the Lord say to the disciples that you have to go back to Jerusalem and wait for the promise of the Spirit? ഈ 3.5 വർഷക്കാലം കൂടെ നടന്ന യേശുക്രിസ്തുവിൽ ഇതിൻ്റെ ലോകത്തിൽ ഇതുവരെ ജനിച്ചിട്ടുള്ളതും ഇനിയും ജനിക്കാനുള്ളതും ഒക്കെ വെച്ച് നോക്കിയാൽ അവരിലെല്ലാം ഏറ്റവും ശ്രേഷ്ഠനായ യേശുക്രിസ്തുവിൽ നിന്ന് പഠിച്ച ശിഷ്യന്മാർ എന്തിനു വേണ്ടിയിട്ട് ഒരു പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കുവാനായിട്ട് വെയിറ്റ് ചെയ്യണം? Why did Jesus, the most prominent person of all time, the disciples that were with him had to wait for the Holy Spirit? അപ്പോൾ പരിശുദ്ധാത്മാവിന് പുതിയ നിയമസഭയിൽ അത്രത്തോളം പ്രാധാന്യമുള്ളത് കൊണ്ടാണ് യേശു തന്നെ തൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം തിരിച്ചു വന്ന ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം. So it is because the Holy Spirit has importance to the church. That's why Jesus after the ascension told that you have to wait for him. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചതാണ്, യേശു ഇവരുടെ മേൽ ഊതി അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാണ്. അത് ഞാൻ എടുക്കുന്നില്ല. Last week we thought on the John's Gospel when Jesus breathed on them and they received the Spirit. അപ്പോൾ ഇവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ശിഷ്യന്മാരോട് പിന്നെയും യേശു പറയുകയാണ്, നിങ്ങൾ വീണ്ടും ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഔട്ട് പോറിങ്ങിന് വേണ്ടിയിട്ട് കാത്തിരിക്കണം. So the disciples who already received the Spirit, Jesus tells them to again wait for an outpouring.
ഈ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ നടക്കുന്ന ഒരു ഔട്ട് പോറിംഗ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഹോളി സ്പിരിറ്റിന്റെ ഔട്ട് പോറിങ്ങിന് വേണ്ടിയിട്ട് നാം കാത്തിരിക്കേണ്ടത്? So why should we wait for the outpouring of the Holy Spirit? ഹല്ലേലൂയ. അപ്പോൾ 2 കൊരിന്ത്യർ 7-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളൊന്ന് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയോട് പറയുകയാണ്, ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും മാറ്റി നിങ്ങളെ തന്നെ വെടിപ്പാക്കണം. So the apostle is telling to the church to cleanse yourself from the filthiness of the flesh and spirit. ഹല്ലേലൂയ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മളെ തന്നെ വെടിപ്പാക്കുവാനായിട്ട് കഴിയുന്നത്? So how are we able to cleanse ourselves? അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവില്ലെങ്കിൽ ഈ പ്രോസസ്സ് നടക്കത്തില്ല. So if the Holy Spirit is not there, this process does not take place. പരിശുദ്ധാത്മാവില്ലെങ്കിൽ നമുക്കൊക്കെ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പറ്റും. പലരും എന്നോട് സംസാരിച്ചിട്ടുണ്ട്, ഞാൻ ഇന്ന തീരുമാനങ്ങളൊക്കെ എടുത്ത് പാസ്റ്ററെ എന്ന്. ചുമ്മാതാ, പരിശുദ്ധാത്മാവില്ലെങ്കിൽ ഈ തീരുമാനത്തിൽ ഒന്നും നിൽക്കുവാനായിട്ട് കഴിയത്തില്ല. Those people who say they take the decisions without the Holy Spirit, they cannot stay there. എന്തുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പരിശുദ്ധാത്മാവിൽ നിറയണമെന്ന് നമുക്ക് വലിയ താല്പര്യം എന്ന് പറഞ്ഞാൽ, അവരിവിടുന്ന് ആരാധിക്കുവാൻ വേണ്ടിയിട്ടല്ല, അവർ നാളെ യഹോവ ഭക്തിയിലും ആ ദൈവകൃപയിലും നിൽക്കണമെങ്കിൽ അവർ പരിശുദ്ധാത്മാവിനാൽ നിറയണം. The children have to be filled with the Spirit that they may walk in the grace of the Lord. അതുകൊണ്ടാണ് ഈ മാതാപിതാക്കളുടെയൊക്കെ അകത്ത് ഭയങ്കര തേങ്ങല്, നമ്മുടെ കുഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ നിറയണം. That is why the parents have the yearning in their hearts. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞില്ലെങ്കിൽ അവർക്ക് കല്യാണം നടക്കും. If they are not filled with the Holy Spirit, the marriage will take place. അവർക്ക് ജോലി കിട്ടും. They will still get their job. അവർ സെറ്റിലായിട്ട് ജീവിക്കും. They will still be settled and live. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു വെളിപ്പാടുള്ള ദർശനം പ്രാപിച്ച ഒരു മാതാപിതാവിൻ്റെ ഉള്ളിലെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ, എൻ്റെ കുഞ്ഞിന് പരിശുദ്ധാത്മാവിൻ്റെ നിറവില്ലെങ്കിൽ അവനൊരു ജയജീവിതം നയിക്കുവാനായിട്ട് കഴിയത്തില്ലെന്നുള്ളതാണ്. But the parents who are with the revelation have to understand that without the Holy Spirit, the children cannot live a victorious life. അപ്പോൾ ഈ ജഡത്തിലെയും ആത്മാവിൻ്റെയും സകല കന്മഷവും ഒക്കെ മാറ്റണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. So if you have to cleanse the filthiness from the flesh and spirit, we need the power of the Holy Spirit. അതുകൊണ്ടാണ് ശിഷ്യന്മാരോട് പറഞ്ഞത്, കുഞ്ഞുങ്ങളെ നിങ്ങൾ പോയി വലിയ പ്രസംഗമൊക്കെ പ്രസംഗിക്കുന്നതിന് മുമ്പിട്ട്, വലിയ അത്ഭുതമൊക്കെ കാണിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ ഈ പരിശുദ്ധാത്മാവിനെ ഒന്ന് പ്രാപിക്കണം. That is why Jesus says to disciples not to go on works but wait for the Holy Spirit. ഹല്ലേലൂയ. ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ലേവ്യ പുസ്തകം 23 ആണോ? Uh, 15 to 18. Praise the Lord. Hallelujah. ഇവിടെ ഇംഗ്ലീഷ് മീറ്റിങ്ങിൽ ഡാനിയൽ പാസ്റ്റർ 40-ന്റെ കണക്കിനെ കുറിച്ചൊക്കെ പറഞ്ഞു. Here in the English meeting, we heard about 40. Praise the Lord. ഈ വേദപുസ്തകത്തിലെ ചില കണക്കുകളൊക്കെ പഠിച്ചാൽ നല്ല രസമാണ്. It's interesting to learn about numbers in the Bible. ഇവിടെ ഒരു കണക്ക് പറയുന്നു. Here it's telling about such a number. എന്താ, ശബത്ത് കഴിഞ്ഞതിന് ശേഷം that after the Sabbath, 7 ആഴ്ചവട്ടങ്ങൾക്ക് ശേഷം, അതിൻ്റെ പിറ്റേന്നാൾ മുതൽ 7 ആഴ്ചവട്ടങ്ങൾ ശേഷം, 7 ആഴ്ചവട്ടം 7 7 79 + 1 50-ാം ദിവസം. So after 50 days after the Sabbath, 50-ാം ദിവസം എന്ത് നടക്കണമെന്നറിയാമോ? 50-ാം ദിവസം ഭോജനയാഗമുണ്ടാകണം. So on 50 days there should be a grain offering. Praise the Lord. ഈ അപ്പോസ്തല പ്രവൃത്തികളിൽ നോക്കിക്കഴിഞ്ഞാൽ 50-ാം ദിവസം വേറൊരു കാര്യം സംഭവിക്കുന്നു. ഇവിടുന്ന് ഭോജനയാഗം അങ്ങോട്ട് ഉയരുമ്പോൾ 50-ാം ദിവസം അപ്പോസ്തല പ്രവൃത്തികളിൽ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് താഴോട്ട് വരിക.
On the 50th day, when the offering is taking place, the Holy Spirit comes down. ഹല്ലേലൂയ. പഴയ നിയമത്തിലെല്ലാം നമ്മൾ നിഴലായിട്ട് ഇതും പുതിയ നിയമവും തമ്മിൽ ഒന്ന് കണക്ട് ചെയ്താൽ നല്ല രസമാണ് പഠിക്കാൻ. The Old Testament is a shadow, so when we connect with the New Testament, we'll അപ്പോൾ ഈ understand. പരിശുദ്ധാത്മാവ് ദൈവസഭയിലേക്ക് ദൈവം അയച്ചതിന് ദൈവത്തിനൊരു പർപ്പസ് ഉണ്ട്. So God has a purpose of sending His Spirit into the church. കാര്യം ഇവിടെ ആദ്യ ഫലക്കറ്റയുടെ പെരുന്നാളാണ് അവിടെ കാണുന്നത്. So this is the feast of the first fruits. ഏതാണ് പുതിയ നിയമത്തിന്റെ ആദ്യ ഫലക്കറ്റ ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. So the feast of first fruits in the New Testament is the Lord Jesus. പ്രൈസ് ദ ലോർഡ്. യേശുക്രിസ്തുവിന്റെ ആ മരണ പുനരുദ്ധാനത്തിന് ശേഷം അതിന്റെ 40-ാം ദിവസം 50-ാം ദിവസം ഇവിടെ പരിശുദ്ധാത്മാവിന്റെ ഔട്ട്പോറിംഗ് നടക്കുക. 50 days after the Lord's death, burial and resurrection, the outpouring of the Holy Spirit takes place. എന്തിനാ ഈ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലേ നമുക്ക് പാപത്തെ കോൺകർ ചെയ്യുവാനായിട്ട് കഴിയത്തുള്ളൂ. It is because if we only have the Holy Spirit, we'll overcome sin. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ബാപ്റ്റിസം ഇൻ ഹോളി സ്പിരിറ്റ് എന്ന് തിരുവചനത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. It is written very clearly in the Bible about the baptism in the Holy Spirit. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. Matthew chapter 3 verse 11. അവിടെ പറയുന്നു, he will baptize you in Holy Spirit and power. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനപ്പെടുന്ന ഒരവസ്ഥയെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷത്തിൽ നാം കാണുന്നു. Here we are seeing of the experience of being baptized in the Holy Spirit and fire. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിന്റെ 33-ാം വാക്യത്തിൽ അത് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആരാണ് പരിശുദ്ധാത്മാവ് എന്നുള്ള വാഗ്ദത്തം വാങ്ങി നമുക്ക് തന്നത്? So who is the one who brought to us the promise of the Spirit? യേശുവാണ് അവിടെ ചെന്ന് പിതാവിൻ്റെ സന്നിധിയിൽ ചെന്ന് പരിശുദ്ധാത്മാവ് എന്നുള്ള വാഗ്ദത്തം അവനിൽ നിന്ന് വാങ്ങി നമുക്ക് തന്നത്. It is the Lord Jesus who went to the presence of the Father and brought to us the promise of the Spirit. കാര്യം പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ പുതിയ നിയമസഭയ്ക്ക് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയത്തില്ല. Because if the Holy Spirit is not there, the church cannot move forward. കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിക്കുവാനായിട്ടിടയായി പത്രോസും യോഹന്നാനും ഈ സുന്ദരമെന്ന ദേവാലയത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ഭിക്ഷ യാചിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടു. That Peter and John saw a man begging for alms in the temple. അവന്റെ എക്സ്പെക്ടേഷൻ ഡിഫറന്റ് ആയിരുന്നു. His expectation was different. അവന് ഇവരിൽ നിന്ന് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചു വന്നത് പലതായിരുന്നു. He expected something to receive from them. എന്നാൽ അവരോട് അപ്പോസ്തലൻ പറഞ്ഞു, വെള്ളിയും പൊന്നും എനിക്കില്ല, പക്ഷെ എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ എന്നിൽ പകർന്ന ഒരു അഭിഷേകമാണ്, എന്നിൽ പകർന്ന ഒരു പരിശുദ്ധാത്മാവാണ്. യേശുവിന്റെ നാമത്തിൽ നീ എണ്ണീറ്റ് നടക്കാൻ പറഞ്ഞു. But the apostle says, I have no silver or gold, but I'll give you the power of the Holy Spirit, and he gives them in the name of Jesus. പുതിയ നിയമസഭയെ ഈ പരിശുദ്ധാത്മാവില്ലെങ്കിൽ നമ്മൾ വെറും ഹല്ലേലൂയ പ്രകടനങ്ങളായി മാറും. If we do not have the Holy Spirit, we'll just be of works. ഇന്നലെ ആ മീറ്റിങ്ങിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു, പലപ്പോഴും നമ്മൾ ഈ പ്രകടനങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്നത് കൊണ്ട് റിയലായിട്ടുള്ളത് വെളിപ്പെടുന്നില്ല. The Holy Spirit spoke to me that we are rejoicing in ourselves of our own works and show. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ ഒരുപാട് ഫേക്ക് വേർഷൻസുകൾ ഇറങ്ങുന്നുണ്ട്. That there are many fake versions of the Holy Spirit here in these times. എന്തുകൊണ്ടാണ് ഈ ഫേക്ക് ഇറങ്ങുന്നത്, എന്തുകൊണ്ടാണ് ഈ കൗണ്ടർ ഫീറ്റ് ഇറങ്ങുന്നത് എന്ന് ചോദിച്ചാൽ ഒരു റിയൽ ആയിട്ടൊരു കാര്യം ഉള്ളതുകൊണ്ടാണ്. Why these counterfeits are revealed as because there's a real one. ഹല്ലേലൂയ. ഇന്ന് ഇന്ത്യയിൽ 1000ന്റെ നോട്ട് ഉണ്ടെങ്കിൽ 1000ന്റെ ഒരു കൗണ്ടർ ഫീറ്റ് ഇറങ്ങത്തുള്ളൂ. If there's a 1000 rupee note, there is also a counterfeit for that. ഇന്ന് 1000ന്റെ 500ന്റെ നോട്ട് ഇല്ലെങ്കിൽ 500ന്റെ കൗണ്ടർ ഫീറ്റ് ഇറങ്ങത്തില്ല. There will be no counterfeit if the real ones are not there. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ടാണ് ഇന്ന് പരിശുദ്ധാത്മാവിന്റെ വ്യാജം ഇറങ്ങുന്നത്. It is because the Holy Spirit is there, there are counterfeits of it. ഇന്ന് ദൈവസഭ ഇന്ന് ഇംഗ്ലീഷ് മീറ്റിംഗിൽ കേട്ടതിന്റെ കണ്ടിന്യൂഷനായിട്ട് ഞാൻ പറഞ്ഞാൽ ഇന്ന് ദൈവസഭയ്ക്ക് ആ ഒരു വിവേചനം വേണം. The church has to have that discernment. ഏതാണ് സത്യം ഏതാണ് റോങ് എന്ന് വിവേചിക്കുവാനുള്ള ദൈവകൃപ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിട്ടുണ്ട്. To have the grace of God to discern right from wrong.
ഈ ഒറിജിനൽ നമുക്ക് ദൈവം തരുമ്പോൾ എന്തിനു കൗണ്ടർ ഫീറ്റ് കൊണ്ട് തൃപ്തിപ്പെടുന്നു? When God gives us the original, why are we satisfied with the counterfeit? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ വാഗ്ദത്തം ദൈവസഭയ്ക്കുള്ളതാകയാൽ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനാൽ നാം നിറയണം. The promise of the Holy Spirit is for the church, and we need to be filled by the Spirit. നമുക്ക് ഈ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലേ നടക്കത്തോളം എന്നുള്ളൊരു ബോധ്യം നമ്മുടെ അകത്ത് വേണം. We need to have an understanding that without the Spirit nothing will happen. കഴിഞ്ഞ ദിവസം എൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് തന്ന ഒരു ചിന്തയാണ്, നമ്മുടെ ദാഹത്തിനനുസരിച്ചാണ് ദൈവം നമ്മളെ തൃപ്തി വരുത്തുന്നത്. That God satisfies us with according to our thirst. നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിലും നിങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ കഴിയുമെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ If you കഴിയത്തില്ല. think that without the Spirit you can go forward, you will not receive the Holy Spirit. അവിടെ നിങ്ങൾ നിങ്ങളുടെ ശക്തി കൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. There you will do things on your own power. നിങ്ങളുടെ നീതിയാണ് നിങ്ങൾ നിവർത്തീകരിക്കുന്നത്. That you will fulfill your righteousness. നിങ്ങളുടെ വിശുദ്ധിയാണ് നിങ്ങൾ ഡിഫൈൻ ചെയ്യുന്നത്. You will define your own holiness. എന്നാൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ അത് മാറുവാനായിട്ട് When you ഇടയാകും. receive the Holy Spirit, that will change. ഹല്ലേലൂയ. നിങ്ങളുടെ വിശുദ്ധി ദൈവത്തിന്റെ മുമ്പിൽ കറപുരണ്ട ഹല്ലേലൂയ വസ്ത്രം പോലെയാണ്. Your holiness is filthy rags before God. ആ വിശുദ്ധിയും കൊണ്ട് ദൈവസന്നിധിയിൽ നിൽക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയത്തില്ല. You cannot stand before the presence of God with that holiness. ദൈവസന്നിധിയിൽ നിൽക്കണമെങ്കിൽ ദൈവത്തിന്റെ വിശുദ്ധി നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ പോലും ഒരു പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം നിങ്ങളെ നടന്നെങ്കിലേ If you need to കഴിയത്തുള്ളൂ. stand before the presence of God and know the holiness, you need to have the Holy Spirit. അതുകൊണ്ട് ആ ശിഷ്യന്മാരോട് പറഞ്ഞ, കുഞ്ഞുങ്ങളെ, കേട്ടതൊന്നും വെച്ച് നിങ്ങൾക്ക് ജീവിക്കുവാൻ പറ്റത്തില്ല, നിങ്ങളുടെ മേലൊരു ശക്തി പകരണം. That's why he said to his disciples, you need to receive the power of the Holy Spirit. അപ്പോസ്തല പ്രവൃത്തികൾ 1:8 പറയുന്നു, നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കണം. That's why it says in Acts 1:8 that you have to wait for the Holy Spirit. ഹല്ലേലൂയ. ഇത് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, അത് ആമസോണിൽ ഓർഡർ ചെയ്താൽ കൊറിയറായിട്ട് വീട്ടിന്റെ ഫ്രണ്ടിൽ വരത്തില്ല. It won't come like an Amazon courier you order. നിങ്ങൾ കാത്തിരിക്കണം. You have to wait for it. കാത്തിരിക്കാത്തവർ പ്രാപിക്കത്തില്ല. Those who do not wait will not receive it. കാത്തിരുന്നെങ്കിലേ പ്രാപിക്കത്തുള്ളൂ. Only if you wait you will receive വില it. കൊടുത്തെങ്കിലേ പ്രാപിക്കത്തുള്ളൂ. Only if you give the price you കാര്യം will ഇത് receive ഈസി it. ആയിട്ട് കിട്ടുന്ന ഒരു കാര്യമല്ല. This is not an easy thing. ഒരു ദൈവദാസനും കൈവച്ചാൽ പ്രാപിക്കുന്ന ഒരു കാര്യമല്ല. If a minister touches you, you will ഇതിന്റെ not receive it. അകത്തൊരു വേദനയുണ്ട്, ഇതിന്റെ അകത്തൊരു താല്പര്യമുണ്ട്. അല്ലെങ്കിൽ ഒരു പക്ഷേ ദൈവദാസന്മാരെ അതൊരു സോഴ്സ് ആക്കി, അത് റിസോഴ്സ് ആക്കി ദൈവം ഉപയോഗിക്കുമായിരിക്കാം. പക്ഷേ ഹല്ലേലൂയ, നിന്റെ അകത്ത് അതിന് വേണ്ടിയിട്ടുള്ളൊരു ആഗ്രഹം വേണം. But you need to have a yearning and desire from your own hearts. ഹല്ലേലൂയ. ഇന്ന് വളരെ വേദനയോടുകൂടെ പറയട്ടെ, പെന്തക്കോസ്റ്റൽ ചർച്ചിനൊക്കെ പെന്തക്കോസ്റ്റൽ എന്ന് പേരേ ഉള്ളൂ, ആത്മാവൊക്കെ പോയിട്ട് കാലങ്ങളായി. Many of the Pentecostal churches are only for name and the Holy Spirit has left them. ഹല്ലേലൂയ. ആത്മാവില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്നുള്ളൊരു ബോധ്യം ആദ്യം ദൈവസഭയ്ക്ക് ഉണ്ടാകണം. The church needs to have an understanding that without the Spirit nothing will. അതുണ്ടാകാത്തടത്തോളം കാലം നമ്മൾ രക്ഷപ്പെടത്തില്ല. As long as that understanding is not there, we will not be there. ഈ ഒരു ബോധ്യം നമ്മളെ ഭരിക്കുമ്പോഴാണ് കർത്താവേ, ആത്മാവിൽ പിന്നെയും നിറയണം, ആത്മാവിൽ പിന്നെയും നിറയണം എന്നുള്ള ഒരു അമിതമായ ഒരു ആഗ്രഹം ഉണ്ടാകത്തുള്ളൂ. Only when we have this understanding we will desire to be filled with the Holy ഇന്ന് Spirit. ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയാണ്, നീ ഇനി ആത്മാവിൽ നിറയണം, എത്രത്തോളം നിനക്ക് ഒരു ആഗ്രഹമുണ്ട്. The Holy Spirit spoke to me, how much desire do you have to be filled? ഹല്ലേലൂയ. ഇവിടെ ഒരു പക്ഷേ 3 പാട്ട് കഴിയുമ്പോൾ ഹല്ലേലൂയ ആരാധന കഴിയുമായിരിക്കാം, പക്ഷെ നിന്റെ ആരാധന അതിനകത്ത് നിർത്തരുത്. You should not stop your worship with this worship. നീ പറയണ, കർത്താവേ, ഞാൻ ഇവിടെ വന്നത് ആത്മാവിൽ നിറയുവാൻ വേണ്ടിയിട്ടാ. I came here to be filled with the Spirit. ഞാൻ പഠിച്ചതും പ്രസംഗിച്ചതും കഴിഞ്ഞ 20 വർഷക്കാലത്തിന് എൻ്റെ എക്സ്പീരിയൻസ് ഒന്നും അല്ല കർത്താവേ എനിക്ക് വേണ്ടത്. എനിക്ക് വേണ്ടത് ഇന്ന് ഫ്രഷ് ആയിട്ട് ദൈവസഭയ്ക്ക് ദൈവം തന്നിട്ടുള്ളൊരു പ്രോമിസ് ഉണ്ട്, അത് പരിശുദ്ധാത്മാവാ, അത് ഇന്ന് വെളിപ്പെടണം. What you should desire is a promise of the Holy Spirit which God has നിന്റെ given. ശുശ്രൂഷയിൽ അത് വെളിപ്പെടുമ്പോൾ ഹല്ലേലൂയ, അവിടെ ഹല്ലേലൂയ മുടന്തൻ എണ്ണീക്കുവാനായിട്ട് When ഇടയാകും. it is revealed in your ministry, the lame man will start walking. ആത്മാവിനെ വഹിക്കുവാൻ വേണ്ടിയിട്ടാ ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചത്. God has called us to bear the Holy Spirit. ഇത് ആത്മാവില്ലാതെ ഫേക്കും കൊണ്ട് നടന്നാൽ ഒരു കാര്യവും നടക്കത്തില്ല. Without the Spirit, if you walk with the counterfeit, nothing will happen. ഹല്ലേലൂയ. Hallelujah. നമ്മുടെ കൺവെൻഷനുകളിലൊക്കെ ഇതാ നടക്കേണ്ടത്. This is what should happen in our convention. അവിടെയൊക്കെ വലിയ കണക്കുകളുടെ കാര്യം, വലിയ എന്താ പറഞ്ഞിരിക്കുന്നത്, ലക്ഷങ്ങളുടെയും കോടികളുടെയൊക്കെ കണക്കുകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. There we hear of the records of the money that they receive. ഹല്ലേലൂയ. എത്ര കുരുടന്റെ കണ്ണ് തുറന്നു, But how many blind were eyes എത്ര opened? ചെകിടൻ ഹല്ലേലൂയ അവന്റെ ചെവി തുറന്നു, How many deaf people were? എത്ര മുടന്തൻ ചാടി എണ്ണീറ്റു. How many lame people? അതിന്റെ stood up? കണക്കുകൾ വരട്ടെ. ഹല്ലേലൂയ. Let the record of that come. അവിടെ മറ്റുള്ളവർ അറിയട്ടെ അവിടെ ആത്മാവുണ്ടെന്ന്. Let the people know the Holy Spirit is there. അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായത്തില് ഒരുവന്റെ ഹല്ലേലൂയ ഒരുവനെ എണ്ണിറ്റപ്പോൾ 5000 പേര് അവിടെ
സ്നാനപ്പെടുവാനായിട്ടിടയായി. When one person stood up, 5,000 people were baptized there. ദൈവസഭയെ നമ്മുടെ ഇടയിൽ ആ ഒരു ആത്മചലനം നടക്കണം. Let that Holy Spirit's move happen. ആത്മാവില്ലാതെ മൂവ് ചെയ്യാൻ കഴിയത്തില്ലെന്നുള്ളൊരു ബോധ്യം നമ്മുടെ അകത്ത് വേണം. You need to have an understanding that without the അതിന് വില നമ്മൾ കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് സമയങ്ങളെ മാറ്റിവെക്കണം. you need to spend time and value for that. ഹല്ലേലൂയ. Hallelujah. ഇവിടെ ഹല്ലേലൂയ ആത്മാവുള്ളപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുമെന്ന് തിരുവചനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നു. The Bible teaches us what happens when we have റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. Romans 5 verse 5. ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിനാൽ നമ്മളിൽ നൽകപ്പെട്ട ദൈവത്തിന്റെ സ്നേഹം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തവർ ദൈവത്തിന്റെ സ്നേഹത്തെ എങ്ങനെ അറിയും? Those who do not receive the Holy Spirit, how will they know the love of God? പരിശുദ്ധാത്മാവിന്റെ നിറവില്ലെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം നമുക്ക് എങ്ങനെ അറിയാൻ കഴിയും? If there is no fullness of the Holy Spirit, how will you know the love of ഈ God? പരിശുദ്ധാത്മാവിനെ നാം പ്രാപിക്കുകയും അതിനകത്ത് ഫില്ലാകുകയും ചെയ്യുമ്പോഴാണ് നാം ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് കയറുന്നത്. Only when we receive the Holy Spirit and are filled with Him, then only we will understand it. അല്ലെങ്കിൽ അതിന്റെ ഒരു പെരിഫറലായിട്ടുള്ള ഒരു ലെവലിൽ നിൽക്കത്തേ ഉള്ളൂ. Or then we will only have the peripheral view of that. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ മനുഷ്യന്റെ തലയാണ് നിങ്ങൾക്കുള്ളത്? That we have the finite human brain. ഈ മനുഷ്യന്റെ തലയ്ക്കകത്ത് ദൈവത്തിന്റെ നീളവും ആഴവും വീതിയും സ്നേഹത്തിന്റെ ഇതൊന്നും വർണ്ണിക്കുവാനായിട്ടോ വിവരിക്കുവാനായിട്ടോ മനസ്സിലാക്കുവാനായിട്ടോ കഴിയത്തില്ല. That with this finite mind we cannot understand or comprehend the height, width and depth of God. കുറച്ചെങ്കിലും അത് മനസ്സിലാകണമെങ്കിൽ എന്ത് വേണമെന്നറിയാമോ? നിങ്ങൾ ആത്മാവിൽ നിറയണം. Even if you do understand a bit, you need to have the Holy ആത്മാവിൽ Spirit. നിറയുമ്പോൾ അവർ ദൈവസ്നേഹത്തിന്റെ ആഴങ്ങൾ മനസ്സിലാക്കും. When you are filled with the Holy Spirit, you understand the depth of God's love. അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഇത്രയും വലിയ സ്ഥാനമാനങ്ങളിലൊക്കെ ഇരിക്കുന്നവർ ഇതൊക്കെ കളഞ്ഞ് ഈ ദൈവവേലയ്ക്ക് ഇറങ്ങുന്നത് അവർക്ക് ഭ്രാന്തുണ്ടായിട്ടൊന്നുമല്ല, ദൈവസ്നേഹം ആത്മാവിനാൽ വെളിപ്പെടുമ്പോൾ. The ministers who stood for God is because the Holy Spirit revealed the മോശ പറഞ്ഞതുപോലെ ഞാൻ കണക്ക് കൂട്ടി നോക്കിയപ്പോൾ ദൈവജനത്തോടുള്ള കഷ്ടം ഹല്ലേലൂയ ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നതിനേക്കാൾ വലുത് എന്ന് ഹല്ലേലൂയ അവൻ എണ്ണുവാനായിട്ടിടയായി. that just like how Moses counted the suffering great. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ എന്ത് സംഭവിക്കണമെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ If you പ്രവർത്തിക്കണം. need to take such decisions, you need to have the Holy Spirit. കാര്യം പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചില്ലെങ്കിൽ ഇതൊക്കെ ഒരു ബോർ പരിപാടിയാണ്. Because if the Holy Spirit doesn't work, there is no part in it. ഹല്ലേലൂയ. എന്നാൽ പരിശുദ്ധാത്മാവ് അകത്തുള്ളവൻ അവൻ കണ്ണുനീരോടുകൂടെ ആ ദൈവസന്നിധിയിൽ But ഇരിക്കത്തുള്ളൂ. those who have the Holy Spirit come with tears before God. ഹല്ലേലൂയ. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം. It's because he understands the depth of the love of God. പാട്ടുകാരനൊക്കെ പറഞ്ഞതുപോലെ 1000 നാവുകളാൽ വർണ്ണിപ്പാൻ കഴിയുമോ എന്നൊക്കെ അതൊക്കെ ഭാവനയിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിലും അതൊന്നും വർണ്ണിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ആത്മാവിൻ്റെ ലെവലിലേക്ക്, ആത്മാവിൻ്റെ അടുത്ത ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴാണ് നമുക്കിതിൻ്റെ ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാകത്തുള്ളൂ. When we are in the depths of the Holy Spirit, that's when we understand the love. ഹല്ലേലൂയ. നമ്മുടെ തിരുവചനമായ ലോഗോസിനെ അതിനെ റീമയായി നമ്മുടെ ജീവിതത്തിൽ മാറണം. The word logos has to be made rhema in our life. അതിനകത്ത് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചെങ്കിലേ കഴിയത്തുള്ളൂ. The Holy Spirit has to do his work in that. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം ഒന്ന് വായിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമുക്ക് ഇന്ന് കുറവുള്ള ഒരു കാര്യമാണ് ഓർമ്മക്കുറവുണ്ട്. That what we lack today is remembrance. ഓർമ്മക്കുറവുണ്ട്. ആരാധനയ്ക്കൊക്കെ വരുമ്പോൾ നമുക്ക് ഓർമ്മക്കുറവ് ഉണ്ടായേണ്ട ഒരു ഉഷാറില്ലാത്തത്. That's why we do not have much energy when we come for ഈ worship. പരിശുദ്ധാത്മാവ് ഓർമ്മ തരും. But the Holy Spirit reminds us നീ എവിടെ കിടന്നതാന്ന് ഓർമ്മ തരും. that where we were before. നീ ചേറ്റില്ല കിടന്നതെന്ന് നമ്മുടെ ഫിലോ ബ്രദർ ഇവിടുന്ന് വിളിച്ചു പറയണ്ട, നമുക്ക് ഓർമ്മ തരും. That the Holy Spirit will remind us where we were. ഹല്ലേലൂയ. അത് ഓർമ്മ തരുമ്പോൾ നമ്മുടെ ആരാധനയുടെ ലെവൽ മാറും. And when we remember that, our worship will change. ഹല്ലേലൂയ. അവൻ ഉപദേശിച്ച് നടത്തുന്ന ദൈവം മാത്രമല്ല, പരിശുദ്ധാത്മാവ് കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് നിനക്ക് ഓർമ്മയും കൂടെ തരുന്ന The പരിശുദ്ധാത്മാവ്. Holy Spirit is the one who also reminds you of the past times. ഹല്ലേലൂയ. അടുത്തത് യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 14-ാം അധ്യായത്തിന്റെ 16, 26 വാക്യങ്ങളോട് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നമുക്ക് തരും. That he will give you because he may abide with you forever. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചിലപ്പോഴെങ്കിലും ഈ മാതാപിതാക്കൾ ആഗ്രഹിക്കാറുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എപ്പോഴും നമ്മുടെ കൂടെ അങ്ങ് ഇരിക്കണമെന്ന്. As parents, we desire that our children may be with us forever. അവർ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോകുമ്പോൾ നുറുങ്ങിയ ഹൃദയമായിട്ട് ഇവരെ നമ്മൾ പറഞ്ഞയക്കും. That with broken hearts we send them away to universities. കാര്യം അവർ പിരിയുന്നത് നമുക്ക് വിഷമോ. Because to be apart from them is sadness for us.
പക്ഷെ അവരുടെ ജീവിതയാത്രയിൽ അവരൊക്കെ ഏതെങ്കിലുമൊക്കെ സ്റ്റേജിൽ അവർ ഡിറ്റാച്ച് ചെയ്ത് പോയെങ്കിലേ പറ്റത്തുള്ളൂ. But in the life stage, they have to detach. പക്ഷെ ഇവിടെ പറയുന്നു എന്നേക്കും നിങ്ങളോട് ഇരിക്കുന്ന ഒരു. But here it says that He will abide with you forever. ഹല്ലേലൂയ. Amen. പിരിയുന്നത് വേദനയാണ്, എന്നാൽ നമ്മളെ ഒരിക്കലും പിരിയാത്ത ഒരു പരിശുദ്ധാത്മാവ്. The Holy Spirit that never leaves us. അദ്ദേഹത്തിന് എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടെന്ന കാര്യം ഒന്ന് ചിന്തിക്കണം. How much importance do we have for Him? ഹല്ലേലൂയ. ഈ ലോകത്തിൽ മാത്രമല്ല, വരുവാനുള്ള ലോകത്തിലും നമ്മുടെ സഖിയായി നമുക്ക് അവൻ്റെ സഖിത്വമുണ്ട്. Not only in this world, but in the world to come as well, His help. ഹല്ലേലൂയ. 1 Corinthians chapter 12 verse 3. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിലല്ലാതെ ആർക്കും, പരിശുദ്ധാത്മാവില്ലാതെ യേശു കർത്താവെന്ന് പറയുവാൻ കഴിയത്തില്ല. That no one can say without the Holy Spirit, Jesus is Lord. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ വിചാരിക്കും അങ്ങനെ പറയുന്നതിന് എന്താ ബുദ്ധിമുട്ട്? So we'll think, what is so hard in saying that? പക്ഷെ അങ്ങനെ വാ കൊണ്ട് പറയത്തേ ഉള്ളൂ, ഹൃദയത്തിനകത്ത് പറയത്തില്ല. But that will just be a proclamation from the mouth, but not from heart. ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ കർത്താവ് നമ്മൾ തന്നെ ആകുമ്പോൾ, ഹല്ലേലൂയ, പരിശുദ്ധാത്മ ഉണ്ടെങ്കിലേ നമുക്കിത് വിട്ടുകൊടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. In our lives, when we are still the Lord's, only with the Holy Spirit will give the Lordship. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ മുന്നോട്ട് പോകട്ടെ, സമയം നമ്മുടെ മുമ്പിൽ അധികമില്ലല്ലോ. അപ്പോസ്തല പ്രവൃത്തികൾ 19 അധ്യായത്തിൻ്റെ 2 വാക്യം. ഹല്ലേലൂയ. ഇവിടെ എഫെസോസിൽ ചെന്നപ്പോൾ അവർക്ക് മാനസാന്തരമുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യോഹന്നാൻ്റെ സ്നാനം അവർ ഏറ്റെടുത്തു. Here in Ephesus, they have repentance because they baptized in John's baptism. ഒരു കാലത്തിൽ പറഞ്ഞ ജീവിതമുണ്ട്. It means that they have life. എനിക്ക് തോന്നുന്നു അവരുടെ ചർച്ചിൻ്റെ പേര് ലൈഫ് ഫെലോഷിപ്പ് ചർച്ച് എന്നായിരിക്കും. Maybe the church was named Life Fellowship Church. ഭയങ്കര ജീവിതമാണ്. That they have life. അപ്പോസ്തലൻ ഒറ്റ ചോദ്യമേ ചോദിച്ചോളൂ. The apostle asked a question. എനിക്ക് തോന്നുന്നു അപ്പോസ്തലനായ പൗലോസിനെ കണ്ടപ്പോഴേ വിവേചിക്കുവാനായിട്ട് കഴിഞ്ഞു. ഒറ്റ ചോദ്യമേ ചോദിച്ചോളൂ, ആ ചോദ്യത്തിൽ വീണു. And the apostle Paul was able to discern and ask the question. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? That did you receive the Holy Spirit? അവർ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം, അങ്ങനെയുള്ള പഠിപ്പീര് ഞങ്ങൾക്കില്ല. They said that we do not know that. അത് ഞങ്ങളുടെ ഡോക്ടറിനുള്ള കാര്യമേ അല്ല. That we don't have such doctrine. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവർ പറഞ്ഞു ഹല്ലേലൂയ. അതിനുശേഷം നമുക്ക് കാണാം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതിന് ശേഷം ഈ വ്യക്തിയിലൂടെ ഉണ്ടായ പ്രവർത്തനങ്ങൾ. But then we can see what happens after they receive the Spirit. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവില്ലെങ്കിൽ നമുക്ക് മൂവ് ചെയ്യാൻ കഴിയത്തില്ല. Without the Holy Spirit we cannot move. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമുക്ക് തട്ടിക്കൂട്ടിയൊക്കെ മുന്നോട്ട് പോകാം. That we can adjust and go along. ഹല്ലേലൂയ. ഞാൻ ഒരു ഓർഗനൈസേഷനെ വെച്ചിട്ടല്ല ഞാൻ പറയുന്നത്. I'm not talking with an organization. ഞാൻ ഈ ചർച്ചിനെ കുറിച്ച് അഡ്രസ് ചെയ്താ പറയുന്നത്. I'm addressing this church. ഹല്ലേലൂയ. മറ്റുള്ളവരെയൊന്നും കുറ്റം പറയേണ്ട ഒരു ആവശ്യം എനിക്കില്ല. I don't have a reason to make. ഞാൻ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോടാണ് ഞാൻ പറയുന്നത്. I'm talking to the beloved people here. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ബോധ്യമുണ്ടാകണം. We need to have an understanding. ഞാൻ വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്രത്തോളം നമുക്ക് പരിശുദ്ധാത്മാവിൽ നിറയണമെന്നുള്ള ഒരു ആഗ്രഹമാണ്. How much do we have the desire to be filled? നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞെങ്കിലേ ഇവർ നിൽക്കത്തോളം എന്നുള്ള ഒരു ആഗ്രഹം നമ്മുടെ അകത്തുണ്ട്. To have a desire that our children should be filled with. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ നമുക്ക് നിറയണമെങ്കിൽ 1-2 കാര്യങ്ങളോടെ നടക്കണം. Two things. Some things have to take place if we have to be filled with the Spirit. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികൾ 2 അധ്യായത്തിൻ്റെ 38 വാക്യം. ഹല്ലേലൂയ. തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യമായി എഴുതിയിരിക്കുന്നത് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. The first thing you have to do is to repent. നേരത്തെ പറഞ്ഞതുപോലെ ഈസി ആയിട്ട് ലഭിക്കുന്ന ഒരു കാര്യമല്ല. This is not a thing to receive easily. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞാൽ, when you repent and confess your sins, ഹല്ലേലൂയ, അത് പബ്ലിക്കായിട്ട് ഡിക്ലെയർ ചെയ്യുന്ന സ്നാനത്തിലൂടെ, and in the public declaration of baptism, ഒരു പബ്ലിക് ഡിക്ലറേഷൻ നടക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നുള്ള ദാനം നിങ്ങൾക്ക് ലഭിക്കും. then you will receive the promise of the Spirit. ഹല്ലേലൂയ. അടുത്ത ഭാഗത്തിൽ എന്നാൽ അപ്പം നിങ്ങൾ ചോദിക്കും, പരിശുദ്ധാത്മാവിനെ ഈ ദിവസങ്ങളിൽ ഇത് സ്നാനപ്പെടാത്തവർക്ക് ലഭിക്കുന്നുണ്ടല്ലോ. That in these times we also see people who are not baptized receiving the Holy Spirit. അപ്പോസ്തല പ്രവൃത്തികൾ 10 അധ്യായത്തിൽ നമ്മൾ കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ നടന്ന വിഷയത്തിൽ ഹല്ലേലൂയ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് അഭിഷേകമുണ്ടായി. പക്ഷേ പരിശുദ്ധാത്മാവ് അഭിഷേകം ഉണ്ടായപ്പോഴേ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയത് കൊണ്ട് ഞങ്ങൾ ഇനി സ്നാനപ്പെടുന്നില്ലെന്ന് അവർ പറഞ്ഞില്ല. അവർ പരിശുദ്ധാത്മാവിനെ
പ്രാപിച്ചതിന് ശേഷം അവർ സ്നാനപ്പെടുവാനായിട്ടിടയായി. In the life of Cornelius, even though they received the Holy Spirit, they did not stay away from being baptized. But കാര്യം പരിശുദ്ധാത്മാവിനെ കുറിച്ച് തിരുവചനത്തിൽ പറയുന്നത് കാറ്റ് ഇഷ്ടമുള്ളിടത്തോട്ട് ഊതുന്നു. that it talks about the Holy Spirit, that the wind blows wherever it wishes. അപ്പം പരിശുദ്ധാത്മാവിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. We cannot define the Holy Spirit. നമ്മുടെ മൈൻഡിനുമൊക്കെ അപ്പുറത്താണ്. It is beyond the capacity of our mind. ചിലയിടങ്ങളിലൊക്കെ വളരെ സ്പെസിഫിക് ആയിട്ട് വലിയ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം ഉണ്ടാകും, വലിയ റിവൈവൽ ഉണ്ടാകും. അതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. It is God's purpose in some places to have such revivals. പക്ഷേ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം ദൈവവചനത്തിൽ അപ്പോസ്തലന്മാർ നമ്മളെ പഠിപ്പിച്ച പഠിപ്പീരിൻ്റെ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് ആദ്യത്തെ പടിയായിട്ട് പറയുന്നത് നിങ്ങൾ രക്ഷിക്കപ്പെടണം, നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയണം, നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കണം. But according to the condition of the word of God, that you have to repent and then be baptized. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 39-ാം വാക്യത്തിൽ അത് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ ഒരു കാര്യം പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കണം. The next thing is to believe in the Holy Spirit. പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കാതെ നമുക്കത് പ്രാപിക്കുവാനായിട്ട് കഴിയത്തില്ല. Without believing in the Holy Spirit, you cannot. യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. You have to believe in the Lord Jesus. യേശുവിൽ വിശ്വസിക്കുമ്പോൾ അവിടെ പറയുന്നു അതൊരു പ്രോമിസാണ്. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജല നദികൾ ഹല്ലേലൂയ പോലെ ഒഴുകുവാനായിട്ടിടയാകും. It is a promise that when you believe in Him, it will flow out as living water. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ. Luke chapter 11 verse 10 onwards. ഹല്ലേലൂയ. ചോദിക്കണം, പരിശുദ്ധാത്മാവിനെ ചോദിക്കണം. You have to ask for the Holy Spirit. ഈ ദിവസങ്ങളിൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ ചോദിക്കണം. കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കണം, പരിശുദ്ധാത്മാവിനെ ചോദിക്കണം. You have to ask for the Holy Spirit. ഹല്ലേലൂയ. നിങ്ങളുടെ ഏജിലൊക്കെ വലിയ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലോടെ നിങ്ങളെക്കുറിച്ചൊക്കെ ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്. God has great purpose for you. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള ആഗ്രഹത്തെ ദൈവം മാനിക്കും. God will honor the desire of your heart. ഹല്ലേലൂയ. ഇത് നമ്മുടെ ബർത്ത് റൈറ്റ് ആണെന്ന് നിങ്ങൾ വിശ്വസിക്കണം. You need to believe that this is our birth right. ഇത് ഏതെങ്കിലും ഒരു കൂട്ടക്കാർക്കുള്ളതല്ല. This is not for a group of people. ഏതെങ്കിലും ചർച്ചുകാർക്കുള്ളതല്ല. This is not for certain churches. അങ്ങനെയൊക്കെ പലരും ക്ലെയിം ചെയ്യുന്നതെങ്കിലും ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു, നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവം നിങ്ങളുടെ മേൽ പകരും. But the word of God teaches that if you believe, you will receive it. ഹല്ലേലൂയ. ആ ഒരു നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന അവസ്ഥയിലേക്ക് വരണം. You need to be filled with the abundance. നമ്മൾ അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. We need to pray for that. ഹല്ലേലൂയ. പിന്നെ മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് ഇന്ന് ഞാൻ കൺക്ലൂഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 37-ാം വാക്യം. ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ഇന്നത്തെ മെയിൻ പോയിന്റ് ഞാൻ അവിടെ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു, ദാഹം. I would like to talk about that. If anyone thirsts, to have the thirst. ഹല്ലേലൂയ. നമുക്ക് ഉപവസിക്കുവാനായിട്ട് കഴിയും. നമ്മൾ ലോങ് ആയിട്ടൊക്കെ ഉപവസിക്കുവാൻ ദൈവം നമുക്ക് എൻ്റെ ലൈഫിൽ പറഞ്ഞാൽ എനിക്ക് 40 days വരെ ഫാസ്റ്റ് ചെയ്യാൻ ദൈവം കൃപ തന്നിട്ടുണ്ട്. In my own life, God has given me the grace to fast for 40 days. പക്ഷേ അന്നേരമൊക്കെ ഞാൻ ഫുഡ് കഴിക്കാതെ ഉപവസിച്ചിട്ടുള്ളത്. At those times I fasted without the food. പക്ഷേ വെള്ളം കുടിക്കാതെ ഞാൻ ഇതുവരെ ഉപവസിച്ചിട്ടില്ല. But I have never fasted without water. കാര്യം എന്നെ സംബന്ധിച്ച് അതൊരു ഭയങ്കര ഡീലായി. വെള്ളം കുടിക്കാതെ എങ്ങനെ ഉപവസിക്കുന്നത്? Because I cannot imagine how to fast without water. നമ്മുടെ സഹോദരങ്ങൾ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. Our brothers still do that. പ്രൈസ് ദി ലോർഡ്. കാര്യം ഈ തേഴ്സ്റ്റ് എന്ന് പറഞ്ഞതിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. I just said that to express the importance of thirst. ഫുഡില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും. We can live without food. പക്ഷെ വെള്ളം കുടിക്കാതെ കഴിയാൻ വലിയ പാടാണ്. But it's hard to be without water. ഹല്ലേലൂയ. കാര്യം വെള്ളം ഇല്ലെന്ന് നമ്മുടെ ഇപ്പോൾ കാറിലൊക്കെ പിള്ളേരാരെങ്കിലും വെള്ളം ചോദിച്ച് വെള്ളം ഇല്ലെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ദാഹമാണ്. പിന്നെ ഈ വെള്ളം ഇല്ലെന്ന് പറഞ്ഞാൽ ദാഹം കൂടുകയും ചെയ്യും. The thirst increases at that time. അങ്ങനെ വെള്ളത്തിന് ദാഹിക്കുന്നത് പോലെ ദാഹിക്കണം. That just as you thirst for water, you need to thirst for this. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കിട്ടുന്നേ കിട്ടട്ടെ എന്നുള്ളതല്ലാതെ നമ്മുടെ അകത്തൊരു ദാഹം എന്നുള്ളൊരു പദമാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. You need to have that thirst, not a careless. വിശക്കുന്നവനൊക്കെ വന്ന് പ്രാപിക്കട്ടെ എന്നല്ല പറയുന്ന, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കലേക്ക് വരട്ടെ. It doesn't say those who hunger, but those who thirst to come.
ഇന്ന് നമ്മുടെ ദൈവസഭകളിൽ ദാഹം കുറഞ്ഞു. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നലെ പറഞ്ഞതുപോലെ നമുക്ക് സ്വർണവും വെള്ളിയൊക്കെ ഉണ്ട്. The thirst has decreased in our lives because we have all the gold and silver. അതുകൊണ്ട് അവൻ എണ്ണീറ്റില്ലാലും കുഴപ്പമില്ല, അവന് വീൽ ചെയർ മേടിച്ചു കൊടുത്താൽ മതി നമ്മൾ പറയുന്നത്. So we think that the lame man should not wake up, just give him the wheelchair. കാര്യം ചർച്ചിന്റെ കോൺസെപ്റ്റ് മാറിപ്പോയി. Because the concept of the church changed. നല്ലൊരു വീൽ ചെയർ പുള്ളിക്ക് മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അടുത്ത കമ്മിറ്റിയിൽ വെക്കും നമ്മൾ. The next thing they discussed to buy a wheelchair for him. കാര്യം നമ്മുടെ മേൽ പകർന്നുള്ള അധികാരത്തിന്റെ ഫോക്കസ് നമുക്ക് മാറി. Because we lost the focus on the authority we received. ഹല്ലേലൂയ. അങ്ങനെ ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കലേക്ക് വരട്ടെ. So if anyone thirsts, come to him. അവനെ ഞാൻ നിറയ്ക്കും. He will be filled. ദാഹമില്ലാതെ ഒന്നും പ്രാപിക്കത്തില്ല. Those who have no thirst will receive nothing. വർഷങ്ങളുടെ പാരമ്പര്യം നമുക്ക് പറയാം, ഒരു കാര്യവും നടക്കത്തില്ല. We can boast about tradition. ഹല്ലേലൂയ. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ അകത്തെ ആ ദാഹം പോയി. But if our thirst is not there, നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. we are satisfied. നമ്മൾ എല്ലാത്തിലും സാറ്റിസ്ഫൈഡ് ആകാൻ തുടങ്ങി. We are satisfied with the Lord. നമ്മുടെ ആരാധനയെ നമ്മൾ ഒരുപാട് സാറ്റിസ്ഫൈഡാണ്. We are satisfied with our worship. ഇതിൻ്റെ അപ്പുറത്തൊന്നും വേണ്ടെന്നാ പറയുന്നത്. നമ്മൾ ഇച്ചിരി കൂടിപ്പോയെന്നുള്ള അഭിപ്രായക്കാരാ. We think that it's too much. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മളിപ്പോൾ ലിമിറ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. അതൊക്കെ ഇച്ചിരി കൂടിപ്പോയെന്നാണ് പറയുന്നത്. So now we are limiting it. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആത്മാവിന് വേണമെങ്കിൽ ദാഹമുള്ളവർ കടന്നു വരട്ടെ. If you need to have the Holy Spirit, you need to have the thirst. അപ്പോസ്തലനല്ല പറഞ്ഞത്, യേശുവാ പറഞ്ഞത്. The apostle didn't say that, Jesus said. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിൻ്റെ 6 വാക്യത്തിലേക്ക് കടന്നു വരാം. പ്രൈസ് ദി ലോർഡ്. ദാഹിക്കുന്നവന് സൗജന്യമായി നൽകുന്ന ഒരു പരിശുദ്ധാത്മാവ്, സൗജന്യമായി നൽകപ്പെടുന്ന ഒരു ആത്മവ്യാപാരമുണ്ട്. The Holy Spirit is given freely to those who thirst. നിങ്ങളുടെ പാരമ്പര്യമോ നിങ്ങളുടെ വിദ്യാഭ്യാസമോ നിങ്ങളുടെ പഠനമോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് മതത്തിലായിരുന്നോ, ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഇന്ന് നീ ദാഹത്തോടു കൂടെയാണ് ഇവിടെ ആയിരിക്കുന്നതെങ്കിൽ നിനക്ക് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ അളവില്ലാതെ കൊടുക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം. It doesn't matter who you are, but if you come with thirst, you will receive without measure. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പക്ഷേ ദാഹം വേണം. But you need to have the thirst. ഞാൻ അഭിഷേകം പ്രാപിച്ചത് എൻ്റെ ഫൈനൽ സെമസ്റ്ററിൻ്റെ സ്റ്റഡി ലീവ് നടക്കുന്ന സമയത്താണ്. I received the anointing during the last days of my exam. അവധിയുള്ള സമയത്ത് ഞാൻ അന്നേരം പോയി ഇവിടെ അന്ന് ആ സമയത്തൊക്കെ റിവൈവൽ നടക്കുന്ന സമയമാണ്. At those times revival took place. അവിടെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മീറ്റിംഗ് നടക്കുക. രാവിലെയും വൈകുന്നേരവും ഒക്കെ പോയി അവിടെ അങ്ങ് ഇരിക്കുക. I used to stay there day and night. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അഭിഷേകം വേണം. Because I need to receive that anointing. കാര്യം വേറെ ഒന്നും കയ്യിലില്ലല്ലോ, അഭിഷേകം വേണം. കാര്യം വന്ന പാരമ്പര്യവും സാഹചര്യവും ഒക്കെ നോക്കിയാൽ വലിയ വേദപുസ്തകത്തിൻ്റെ ആഴങ്ങളോ അഗാധങ്ങളോ ഒന്നും അറിയത്തില്ല. പക്ഷേ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ ഗൈഡ് ചെയ്തു. നീ ഇങ്ങനെ പോയാൽ പറ്റത്തില്ല, ആത്മാവിൽ നിറഞ്ഞെങ്കിലേ പറ്റത്തുള്ളൂ. After I got saved and baptized, that I needed നിന്നെക്കുറിച്ച് എൻ്റെ വിളിക്കനുസരിച്ച് നീ ഉയരണമെങ്കിൽ ഒരു ആത്മനിറവ് പ്രാപിക്കണം. You need to grow according to my purpose. പിന്നെ ഒന്നും നോക്കിയില്ല, സമയവും സാഹചര്യവും ഒന്നും നോക്കിയില്ല. സ്റ്റഡി ലീവെങ്കിൽ സ്റ്റഡി ലീവ്, അവിടെ പോയി അങ്ങ് കിടന്നു. I used to stay there without looking at the time. ആരുടെ വീട്ടിലാണ് കിടന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു 4-5 ദിവസം എൻ്റെ 5 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയർ ഞാൻ അന്ന് അവിടെ ചെയ്തു. That for the whole 5 days I was there. മൂന്നാമത്തെ ദിവസം ആത്മാവിൽ എന്നെ ദൈവം നിറച്ചു. And on the third day God filled me with. ഹല്ലേലൂയ. ഞാൻ ഇന്ന് വിളിച്ചു പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ കേൾക്കുവാൻ വേണ്ടിയിട്ടാണ്. I'm saying this that the children may listen. ഹല്ലേലൂയ. ഞങ്ങളൊരു ഒരു ഒരു ക്രിസ്തീയ അല്ലെങ്കിൽ പെന്തക്കോസ്റ്റൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആൾക്കാരല്ല. We did not come with the Pentecostal. എൻ്റെ ഭവനത്തിൽ ഇത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ലായിരുന്നു. This was not a thing accepted in my. എന്നാൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആത്മാവ് നിറച്ചപ്പോൾ ആ ഒരു ദാഹം വന്നപ്പോൾ വേറെ ഒന്നും എനിക്ക് പ്രാധാന്യമായിട്ട് തോന്നിയില്ല. But when the thirst came, nothing was important to me. കഴിഞ്ഞ ദിവസം പരിശുദ്ധാത്മാവ് എന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചു ഇത് കാര്യം. The Holy Spirit reminded me this. എടാ, ദാഹം വന്ന ഈ ഒരു പ്രശ്നമല്ല. If the thirst comes, the problems are not problems. ദാഹം വന്ന ജോലി ഒന്നും ഒരു ബാധകമല്ല. If the thirst comes, the job is not that important. ദാഹം വന്ന പിന്നെ ഈ പറഞ്ഞ പരീക്ഷ ഒരു വിഷയമല്ല. And when the thirst comes, the exam is not that അതിനകത്ത് important. ഓടി വരും. ഹല്ലേലൂയ. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നിറയണം. Because I want to be filled. ഒറ്റ കാര്യമേ ഉള്ളായിരുന്നു, ഞങ്ങൾക്ക് നിറയണം. That we want to be filled. ഞങ്ങളുടെ കൂടെ കുറച്ച് സഹോദരന്മാരുണ്ട്. എല്ലാവരും ഒറ്റ ആഗ്രഹത്തിൽ ഇരിക്കുക, നമുക്ക് നിറയണം. All of us brothers wanted to be filled. ആത്മാവെന്ന് പറയുന്ന ഒരു പ്രോമിസ് ദൈവവചനത്തിലുണ്ടെങ്കിൽ നിറയണം. If the promise is that we need to be filled. ഹല്ലേലൂയ. പാരമ്പര്യക്കാരെയൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളുടെ മേലൊരു പകർച്ച പകർന്നു. And
removing the tradition, God അത് ഞങ്ങളുടെ ദേശത്തൊരു റിവൈവലായി മാറി. and it sparked a revival in our land. അതിനകത്തുള്ള പല സഹോദരങ്ങളും ഇന്ന് പല രാജ്യങ്ങളിൽ ദൈവത്തെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുക. Many of the brothers from there are in many nations. ഹല്ലേലൂയ. വചനത്തിന്റെ പരിജ്ഞാനം കൊണ്ടോ ജ്ഞാനം കൊണ്ടോ ഒന്നുമല്ല, ആത്മാവിൽ നിറഞ്ഞതുകൊണ്ടാ. It is not because of the knowledge of the word, but because of the ആത്മാവിൽ Holy Spirit. നിറഞ്ഞാൽ നിന്റെ സാഹചര്യങ്ങളെ ദൈവം മാറ്റും. When you are filled with the Holy Spirit, your നിന്റെ circumstances will പാസ്റ്റിനെ change. ദൈവം മാറ്റും. God will change your past. ആരും നിന്റെ മേൽ ഉയർന്നു നിൽക്കാതെ വേണം, ഉറച്ചു നിൽക്കാതെ വേണം, ദൈവം നിന്നെ ശക്തി കൊണ്ട് നിറയ്ക്കും. No one will stand against you because of the power of God. ഒരാത്മവ്യാപാരം ഇതിന്റെ നടുവിൽ നടന്നാൽ നിന്റെ സാഹചര്യങ്ങളെല്ലാം ദൈവം പ്രതികൂലങ്ങളെല്ലാം അനുകൂലമാക്കി When there's an മാറ്റും. outpouring of the Holy Spirit, the circumstances will എന്റെ change. ജീവിതത്തിൽ വ്യക്തിപരമായി എനിക്കത് പറയുവാനായിട്ട് I can കഴിയും. personally say that from my life. ഈ ദിവസങ്ങളിൽ ഒരു ആത്മാവിന്റെ ഒരു ദാഹം നമ്മുടെ അകത്തുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. We need to have that thirst for the Holy Spirit. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ വർഷത്തെ സെമസ്റ്ററിൽ ഒരു വർഷവും മേടിക്കാത്തോടെ മാർക്ക് മേടിച്ചിട്ടാ ഞാൻ 83% മാർക്ക് മേടിച്ചാ And in ജയിച്ചത്. that year in the semester, I passed with a great mark. ഹല്ലേലൂയ. 2-3% കൂടെ ഉള്ളായിരുന്നു ഫസ്റ്റ് റാങ്കിന്. Only 2 or 3% was there for the first. ഹല്ലേലൂയ. ആത്മാവിൽ നിറഞ്ഞ കാര്യങ്ങളൊക്കെ മാറും. And when we fill with the Holy Spirit, ആത്മാവിൽ നിറഞ്ഞ എല്ലാത്തിനും ഒരു ഉത്സാഹം ഉണ്ടാവുമെന്ന്. when there will be diligence for things. പഠിക്കാതെ ജയിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്. I'm not saying you'll pass without studying. പഠിത്തത്തിന്റെ ലെവൽ മാറും. The level of study will change. ഹല്ലേലൂയ. എല്ലാത്തിനകത്തും ഒരു മാറ്റം ഉണ്ടാകും. There will be change in all things. നിന്റെ ആരാധനയിൽ ഒരു മാറ്റം There will ഉണ്ടാകും. be change in your worship. നിനക്കൊരു ഡിസിപ്ലിൻ ഉണ്ടാകും. There will be a discipline in നീ your പിന്നെ life. പറയത്തില്ല, അയ്യോ ഞാൻ അലാം വെച്ചിട്ട് അടിച്ചില്ല, എണ്ണീറ്റില്ല, ഉറങ്ങിയില്ല, അതുകൊണ്ട് മീറ്റിങ്ങിന് വരാൻ പറ്റിയില്ലെന്ന്. You won't say excuses to not come to the meeting. ഹല്ലേലൂയ. ആത്മാവിൽ പറഞ്ഞാൽ സീരിയസ് ആകും ആൾക്കാര്. When the Holy Spirit comes, you will be serious. ഹല്ലേലൂയ. ഈ ലൂക്ക്വാം ക്രിസ്ത്യൻ എന്നുള്ള ഒരു നിലപാടങ്ങ് മാറിക്കിട്ടും. The lukewarm Christian. ഈ ദിവസങ്ങളിൽ സെക്കുലറിസത്തിനെ ഒന്ന് ശാസിക്കണം. We need to rebuke secularism. ദൈവസഭകളിൽ നിന്ന് സെക്കുലറിസം ഒന്ന് മാറട്ടെ. The secularism has to move away. സീരിയസ് ആയിട്ട് ഒരു ജനറേഷൻ ഇതിനകത്ത് എണ്ണീറ്റ് വരട്ടെ. A serious generation has to rise. ഹല്ലേലൂയ. ദൈവം നമ്മളെ ഉപയോഗിക്കും. God will use us. ഒരു റിവൈവലിന്റെ തുടക്കമായിട്ട് ഒരു ആത്മവ്യാപാരം ഇതിന്റെ നടുവിൽ നടക്കട്ടെ. The Holy Spirit has to come as a part of revival. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു പ്രാവശ്യം ഹല്ലേലൂയ ഇതങ്ങോട്ട് കേൾക്കഴിഞ്ഞപ്പോൾ പിന്നെ ആത്മവ്യാപാരമായി. ആത്മാവിന് എത്രത്തോളം ഹല്ലേലൂയ നിറയാമോ അതായി താല്പര്യം. Then that became the interest to be filled with the Holy Spirit. ഹല്ലേലൂയ. ഒരു ദിവസം ഉപവാസം ഇങ്ങനെ പ്രഖ്യാപിച്ചു. എന്താ ഒറ്റ കാര്യമേ ഉള്ളൂ, ആത്മാവിൽ നിറയണം. One day a fast was declared that to be filled with the Holy Spirit. ഞാനും എൻ്റെ ഒരു ഹല്ലേലൂയ സുഹൃത്തും കൂടെ ആരംഭിച്ചു. അന്ന് ചെന്നൈയിൽ ഒരു ചെറിയ ചർച്ച ഞങ്ങൾക്കുണ്ട്. Me and my friends started there. ഹല്ലേലൂയ. നമ്മൾ വിചാരിച്ചു ഹല്ലേലൂയ നമുക്കൊരു കാര്യം ചെയ്യാം. അന്ന് 10-25 വയസ്സേ ഉള്ളൂ. അന്നേരം പറഞ്ഞു ഹല്ലേലൂയ നമുക്ക് ഉപവസിക്കണം. That we decided to fast that time. കാര്യം ആത്മാവിൽ നിറഞ്ഞെങ്കിലേ ചലനങ്ങൾ ഉണ്ടാകത്തുള്ളൂ. That only if you're filled with the Holy Spirit things will അന്നൊരു 10-40 ദിവസം ഹല്ലേലൂയ അടുത്തൊരു ഉപവാസം പ്രഖ്യാപിച്ചു. And another 40 days we proclaimed a fast. ഹല്ലേലൂയ. ഉപവാസമൊക്കെ ഒരു പകുതിയായപ്പോഴത്തേക്ക് ആകപ്പാടെ പ്രശ്നമായി. And in the half of the fast problems came. കാര്യം ഉള്ളതിന്റെ പകുതിയായി. Because many of us got half. ജോലി പ്രശ്നമായി. There was problem in the job. അന്ന് ഏറ്റവും ഡ്രീമായിട്ടുള്ളൊരു ജോബായിരുന്നു എനിക്ക് ദൈവം തന്നത്. I had a dream job at that time. ഹല്ലേലൂയ. വളരെ ബ്ലെസ്ഡ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ജോലി പ്രശ്നമായി. കാര്യം ആകപ്പാടെ പകുതിയായി. 30-32 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അസ്ഥികോലമായി. And we became very weakened by that. എന്നോട് മാനേജർ വിളിച്ച് ചോദിച്ചു, നിനക്ക് എന്താ പ്രശ്നം? The manager asked me, what happened to you? നിനക്ക് എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങൾ വല്ലതും ഉണ്ടോ? Do you have any disease? ഞാൻ പറഞ്ഞു ഇല്ല, ഞങ്ങൾ ഉപവസിക്കുക. I said we are fasting. എത്ര ദിവസമാണ്? He asked how many days? 40 ദിവസം. I said 40 days. പുള്ളി പറഞ്ഞു എന്തോ ഇവന് മെന്റൽ പ്രോബ്ലം ഉണ്ട്. He said he has some mental problem. പുള്ളിക്ക് ആകപ്പാടെ ട്രസ്റ്റ് ഒക്കെ നഷ്ടപ്പെട്ടു. He lost trust. കാര്യം ഹല്ലേലൂയ വളരെ ടൈം ലിമിറ്റഡ് ആയിട്ടുള്ള ജോബായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. I had a very time limiting job. എനിക്കറിയത്തില്ല എന്തിനാ ഞാൻ ഇതൊക്കെ പറയുന്നതെന്ന്. I don't know why I'm saying all this. പക്ഷേ ഹല്ലേലൂയ ഞാൻ നിങ്ങളെ ഒന്ന് ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് I'm പറയാം. saying this to strengthen you. ഹല്ലേലൂയ. ആ ഉപവാസം ബ്രേക്ക് ചെയ്യുവാനായിട്ട് ഇട വന്നില്ല. I was not able to break that fast. ആ 40 ദിവസത്തെ ഉപവാസം കണ്ടിന്യൂ ചെയ്തു. ആ 40ാമത്തെ ദിവസം ഹല്ലേലൂയ ഞങ്ങൾ പ്രാർത്ഥിച്ച് ആരാധിച്ച് ആ ഉപവാസം ബ്രേക്ക് ചെയ്തു. I completed that fast on the 40th day. ഹല്ലേലൂയ. അതൊന്നും നഷ്ടമായിട്ട് മാറിയില്ല. It did not become a loss for me. അതിനേക്കാൾ വലിയ ജോലികൾ ദൈവം തുറന്നു. God gave greater jobs. ആത്മീയ ലെവലുകൾ ദൈവം തുറന്നു. He opened spiritual levels. എന്തിനാ ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ സീരിയസ് അല്ലാതെ നമുക്കൊന്നും ആകാനായിട്ട് കഴിയത്തില്ല. If you are not serious, nothing can നീ happen. കമ്മിറ്റഡ് ആണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ പകരപ്പെടും. If you are committed, the Holy Spirit will come upon you. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഇങ്ങനെ 4 അന്യഭാഷയും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാമെന്നേ പറ്റത്തുള്ളൂ. Or will move forward by just saying stuff. ഹല്ലേലൂയ. നമ്മളെ അതിനു വേണ്ടിയിട്ടല്ല ദൈവം വിളിച്ചത്. God did not call us for that. നമ്മളെ സീരിയസ് ആയിട്ട് നിൽക്കുവാൻ വേണ്ടിയിട്ടാ. He called us to be serious. ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ മനുഷ്യനെ സൃഷ്ടിച്ച് അവനിൽ വലിയ പ്രത്യാശയായിരുന്നു, വലിയ പ്രതീക്ഷയായിരുന്നു അവന്. God had great expectation when he created
പക്ഷേ അവൻ്റെ ആ പ്രതീക്ഷകളെയൊക്കെ തെറ്റിച്ച് മനുഷ്യൻ ഹല്ലേലൂയ അവൻ്റെ ഹൃദയത്തിലെ ചിന്തകളെല്ലാം ദൈവത്തിൻ്റെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി മാറി. But the thoughts of man were against God's expectation. ഹല്ലേലൂയ. അതിനുശേഷം ദൈവം പറഞ്ഞു, ഓ ഈ മനുഷ്യനെ കൊണ്ട് ഒരു നിവൃത്തിയില്ല, അന്നെങ്കിൽ എൻ്റെതായ ഒരു ജനത്തെ ഞാൻ തിരഞ്ഞെടുക്കാം. So God had regret over man and he decided to choose his own people. അബ്രഹാമിനെ വിളിച്ചു. He called Abraham. അവനിലൂടെ ഒരു തലമുറയുണ്ടായി. A generation came from അവരെ ദൈവം വിളിച്ചു, എൻ്റെ ജനമെന്ന് വിളിച്ചു. and God called him my people. എന്നാൽ ദൈവത്തിന്റെ വിളിയിൽ നിന്ന് അവരും തെറ്റിപ്പോയി. But they also went away from the calling of God. ഹല്ലേലൂയ. അവരും ആ ദൈവത്തിന്റെ പ്രതീക്ഷയിൽ നിന്ന് മാറിപ്പോയി. They moved away from the expectation of God. ഹല്ലേലൂയ. അവരെയും ദൈവം തള്ളി. And God rejected them. എന്നിട്ട് നമ്മളെ തെരഞ്ഞെടുത്തു. And God chose us. കാട്ടൊലിവായിരുന്ന നിന്നെ ഹല്ലേലൂയ നാട്ടൊലിവിനോട് ഒട്ടിച്ചു ചേർത്ത ദൈവത്തിന്റെ സ്നേഹം. The love of God to take the wild olive tree and ഹല്ലേലൂയ. ഇന്ന് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നമ്മൾ ദൈവത്തിന്റെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് ഉയരുന്നുണ്ടോ? Are we rising up according to the expectation of God? ഹല്ലേലൂയ. ദൈവം നമ്മളെ വിളിച്ചത് ചുമ്മാതെ സമയം കളയാൻ വേണ്ടിയിട്ടല്ല. God did not call us to waste our time. നമ്മളെ ദൈവം വിളിച്ചത് വളരെ സീരിയസ് ആയ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ്. It's for a serious purpose he called ഹല്ലേലൂയ. us. ഇന്ന് കർത്തൃമേശയുടെ മുമ്പിൽ നാം ആയിരിക്കുന്നല്ലോ. We are before the Lord's table. ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഈ ഒരു ചിന്ത ഹല്ലേലൂയ നമുക്കുണ്ടാകട്ടെ.